ഒരു സ്ഥലത്ത് ആദ്യമായി പോകുമ്പോൾ തന്നെ അതിൻ്റെ ഓരോ കോണും മുൻകൂട്ടി അറിയാമെന്ന് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ കണ്ടതും കേട്ടതും പറഞ്ഞതുമെല്ലാം നിങ്ങൾക്ക് നേരത്തെ അനുഭവപ്പെട്ടതുപോലെ ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ടോ? ഇതിനെ ഒറ്റ വാക്കിൽ ഡെജാവു എന്നാണ് പറയുന്നത്. പലരും ഇതിനെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ കണ്ട കാഴ്ചകളോ അനുഭവങ്ങളോ ആയി വ്യാഖ്യാനിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ കണ്ട സ്വപ്നങ്ങളിലെ ഓർമ്മകളാവാമെന്നും ക്വാണ്ടം തിയറി, പാരലൽ ടൈം ലൈൻസ് എന്നീ സിദ്ധാന്തങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നവരും ഏറെയാണ്. എന്നാൽ ശരിക്കും എന്താണ് ഡെജാവു? നമ്മുടെ തലച്ചോർ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതിൽ സംഭവിക്കുന്ന ഒരു കൗതുകകരമായ പിഴവ് മാത്രമാണ് ഡെജാവു. ചില സന്ദർഭങ്ങളിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഓർമ്മകൾ നേരത്തെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യപ്പെടുകയും പിന്നീട് പുതിയ വിഷ്വൽസ് അല്ലെങ്കിൽ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പഴയ ഏതെങ്കിലും ഡാറ്റയുമായി സാമ്യമുള്ളതായി ബ്രെയിൻ മനസ്സിലാക്കുകയും അതിലേക്ക് പുതിയ ഡാറ്റയെ ഓവർലാപ്പ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു തരം മെമ്മറി ഗ്ലിച്ചാണ് ഡെജാവു എന്നാണ് ശാസ്ത്രം ഇതിനെ വിശകലനം ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ കൃത്യമായ കാരണം ഇന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും 70% ആളുകളിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഡെജാവു അനുഭവപ്പെട്ടിട്ടുണ്ടാവാം എന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. അപസ്മാരം പോലുള്ള രോഗികൾക്ക് ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ടെന്നും പറയപ്പെടുന്നു. എന്നാൽ ഇതൊരു രോഗമായി കണക്കാക്കുവാനോ അല്ലെങ്കിൽ പല സംഭവങ്ങളും മുൻകൂട്ടി കാണുവാനുള്ള ഒരു വ്യക്തിയുടെ കഴിവായോ ഇതിനെ കാണാൻ കഴിയില്ല. 1876 എമിൽ ബൈരേക്ക് എന്ന ഫ്രഞ്ച് തത്വചിന്തകനാണ് ആദ്യമായി ഡെജാവു എന്ന വാക്കുപയോഗിച്ചത്.